ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ ടി സി വേൾഡ്. അപ്പോൾ ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷൻ ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കേട്ടോ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ വരാൻ ചാൻസ് ഉണ്ട്, നവംബറിൽ വരാൻ ചാൻസ് ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ഡിഗ്രി ലെവൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള സാധ്യതകളാണ് SBCID, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്. ഓക്കെ, അത് തന്നെ 2 കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു. ഓക്കെ, 2 കാറ്റഗറിയിലേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പോൾ ഒരൊറ്റ പ്രിലിംസ് എന്നുള്ള രീതിയിലായിരിക്കാം ഇത് വരാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ പ്രിലിംസ് എന്ന് പറയുന്നത് ജസ്റ്റ് പാസിന് വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കുക. പക്ഷെ മെയിൻസ് ആണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ മെയിൻസിന്റെ സിലബസ് മാറിയാൽ അതിനനുസരിച്ച് നമ്മൾ എക്സ്ട്രാ ടോപ്പിക്സ് പഠിക്കേണ്ടി വരും. അല്ലാത്ത പക്ഷെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു മെയിൻസിന്റെ ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഇനി LDC VFA പോലുള്ള സംഭവങ്ങളാണെങ്കിൽ LDC VFA LGS എന്ന് പറയുന്നത് സ്പെഷ്യൽ സംഭവമാണ്. കാരണം അതിൽ ഇംഗ്ലീഷ് മലയാളം ഫോക്കസ് ചെയ്യേണ്ട. ഓക്കെ, എന്നിരുന്നാലും നിങ്ങൾ ജനറലി ഈ പറയുന്ന എല്ലാ പരീക്ഷയ്ക്ക് പഠിക്കുകയാണെങ്കിലും ഒരു ഡിഗ്രി ലെവലിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ എഴുതാൻ പോകുന്ന എല്ലാ എക്സാംസും ഉണ്ടല്ലോ, നിങ്ങൾ എന്തായാലും സ്വാഭാവികമായിട്ട് ഇതെല്ലാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്താണ് സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുകയാണ്. കാരണം ഞാൻ കൂടുതൽ ഡിഗ്രി ലെവലിൽ നിന്നുകൊണ്ടാണ് പഠിക്കാറുള്ളത്. ഡിഗ്രി ലെവൽ റാങ്ക് ഫയലാണ് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ധാരാളം 10th ലെവലിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഗുണം, നമുക്ക് ഏതിനും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ എനിക്ക് ധാരാളം എപ്പോഴും നെഗറ്റീവ്സ് എനിക്ക് കൂടുതൽ വന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ നെഗറ്റീവ്സിൻ്റെ എണ്ണം കുറഞ്ഞതിൻ്റെ ഒരു കാരണം അതും. പിന്നെ മോക്ക് ടെസ്റ്റുകൾ ധാരാളം, മോക്ക് ടെസ്റ്റ് ഇൻ ദ സെൻസ് PYQ ആണ് കുറച്ച് കൂടുതൽ സ്ട്രെസ് ചെയ്ത് പിന്നെ അല്ലാതെ ഓരോ മോക്ക് ടെസ്റ്റുകളും ചെയ്യാറുണ്ടായിരുന്നു. ഇതാണ് എനിക്ക് മാർക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിച്ചത് കേട്ടോ. ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാലോ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ഇന്നലെയാണ് വന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് വേഗം നോക്കിയുള്ളൂ. ഏകദേശം ഒരു 140 അടുത്ത് ഒക്കെ ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു. കാരണം ഡിലീഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡിലീഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു പ്രശ്നക്കാരനാണ്. കാരണം നമ്മുടെ ശരിയായതായിരിക്കും മിക്കപ്പോഴും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഒരു ലെവലിലോട്ട് സ്കോർ ചെയ്യണം. ഇപ്പൊ 100-ലാണെങ്കിൽ തന്നെ ഒരു എന്താണ് എബവ് 75 എങ്കിലും സ്കോർ ചെയ്യാൻ പാകത്തിനൊക്കെ എത്തുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഡിലീഷൻ അത്രത്തോളം നമ്മുടെ മാർക്സിനെ എഫക്ട് ചെയ്യാതിരിക്കുള്ളൂ, നമ്മുടെ റാങ്ക് അധികം താന്നു പോവാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ക്വസ്റ്റ്യൻസ്. എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്, ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, വിത്ത് ഒരു ഡെയിലി ഒരു സർട്ടൻ ലിമിറ്റിൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വിത്തിൻ ദ സ്പെസിഫൈഡ് ടോപ്പിക്സ്, അതായത് ഒരു സ്പെസിഫൈഡ് ടോപ്പിക്സ് നിങ്ങൾ ഒരു ദിവസം കവർ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. ഓക്കെ, അതുപോലെ ഇതിനോടൊപ്പം SCRT പാഠഭാഗങ്ങളും വായിച്ചു പോകണം. അത് എത്രത്തോളം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ചെയ്യാമോ അത്രത്തോളം ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ട്രസ്റ്റ് മീ, ഇത് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവല്, 10th ലെവൽ, LGSനൊക്കെ നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഈ പ്രാക്ടീസിങ് ആയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ കോച്ചിങ് എടുത്തിരുന്ന സമയത്ത് എനിക്ക് എന്താണ് വളരെയധികം സാറുമാർ പറഞ്ഞു, അല്ലെങ്കിൽ സാറ് പറഞ്ഞു എന്നിട്ടുള്ള ഒരു കാര്യം അതാണ്, ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ധാരാളം പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എത്ര പഠിച്ചിട്ടും കാര്യമില്ല, എത്ര വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ഇങ്ങനെ പരവാരം പോലെ കിടക്കുന്നത് പഠിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഡീൽ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാക്സിമം നിങ്ങൾ പഠിച്ചത് എത്ര ഒരു ദിവസം പഠിക്കുന്നു, ആ പഠിച്ചതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അത് ടാർഗറ്റ് ചെയ്താണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. അതിൽ നിന്നാണ് എനിക്ക് കുറേയധികം എനിക്ക് ടഫ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഉണ്ടല്ലോ, വളരെ ടഫായിട്ട് തോന്നിയിരുന്ന സബ്ജക്ട്സ് വളരെ ഈസി ആവാൻ കാരണം ഈ പ്രാക്ടീസിങ് ആണ്. ഓക്കെ, അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു സാധനം ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാകും. ഓക്കെ, നമ്മൾ ആ ക്വസ്റ്റ്യൻസ് നമ്മുടെ മൈൻഡിൽ സ്റ്റക്കായി നിൽക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ജനറൽ ആയിട്ടുള്ള LDC VFA LGS എന്നുള്ളതിന് എന്താണ് ഡെയിലി ടെസ്റ്റ് സീരീസ് വിത്ത് ഡെയിലി സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും അവർക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് പറയാൻ കാരണം മിനിമം 20 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളതിൽ ഒരു ദിവസം ഡീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു ദിവസം വീക്ക്ലി റിവിഷൻ പറയുന്നുണ്ട്. ഒപ്പം ഇനിയിപ്പോൾ മന്ത്ലി ടെസ്റ്റും കൂടെ ചെയ്യും. ഓക്കെ, മന്ത്ലി ടെസ്റ്റും കൂടെ ചെയ്യും. അപ്പോൾ ഇതുവരെ ആ ഒരു മന്തിൽ പഠിച്ചതെല്ലാം കൂടി ഉള്ളൊരു കൂടിയ മാർക്കിന്റെ ടെസ്റ്റും ഉണ്ട്, ഒപ്പം ഡെയിലി ടെസ്റ്റും ഉണ്ട്. ഇത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തറവായിട്ട് നമുക്ക് ഒരു നമ്മൾ പഠിച്ചത് ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ ഏറ്റവും നല്ല ബെസ്റ്റ് മെത്തേഡ് ഇതാണ്. ഓക്കെ, ട്രസ്റ്റ് മീ, ഇത് നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് താഴെ കാണുന്ന ടെലിഗ്രാം ചാനലിന്റെ ലിങ്കിൽ ജോയിൻ ചെയ്യുക. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ഇനി ഇതിന്റെ ഒപ്പം SCRT ബേസ്ഡ് ക്ലാസ്സസ് ഞാൻ എടുക്കുന്നുണ്ട്. 5 തൊട്ട് 10 വരെ പാർട്ട് 1 പാർട്ട് 2. SCRTയുടെ റെലവൻസ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിച്ചത് SCRT ബേസ്ഡ് ആണ്. ജനറലി ചോദിക്കാറുള്ളതും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 10th പ്രിലിംസിനൊക്കെ ചോദിച്ചിട്ടുള്ളത് SCRT ആണ്. അപ്പോൾ ന്യൂ SCRTയും നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ന്യൂ SCRTയുടെ ക്ലാസ് ഫുള്ള് എടുക്കുന്നുണ്ട്.
വിത്ത് അഡീഷണൽ ഫാക്ട്സ് ആണ് എടുക്കുന്നത്. ഓക്കെ, റെഫർ ചെയ്തിട്ട് വേണ്ടത് ടെക്സ്റ്റിൽ ഇല്ലാത്ത പോയിന്റ്സ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ക്ലാസ്സസ് ഒരുവിധം കഴിയുമ്പോൾ SCERTയുടെ മാത്രമുള്ള ഒരു ടെസ്റ്റും ഞാൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലിങ്കിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ ഒരു അപ്ഡേറ്റ് അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കിയെല്ലാം വരുന്ന പോലെ നോക്കാം അല്ലെ. പിന്നെ ഈ ക്ലാസ്സുകൾ ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നവര് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് ചൂസ് ചെയ്യുകയാണെങ്കിലും സെൽഫായിട്ട് പഠിക്കുന്നതാണെങ്കിലും കോച്ചിങ് എടുക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് പഠിച്ചതിനനുസരിച്ച് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾ എൻ്റെ ജോയിൻ ചെയ്താലും അല്ലെങ്കിലും ഇപ്പൊ എൻ്റെ ഞാൻ പറയുന്ന ടെസ്റ്റ് സീരീസിലോ SCERT ക്ലാസ്സിലോ ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. PYQs ധാരാളം ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് ഒരേ സമയം നെഗറ്റീവ്സ് കുറയ്ക്കും, മാർക്സ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കും. ഡിലീഷൻ വന്നാൽ പോലും നിങ്ങൾ അൺഎഫക്റ്റഡ് ആയിട്ട് നിൽക്കും. നിങ്ങളുടെ റാങ്ക് അത്ര ടോപ്പായിരിക്കും. ഓക്കെ, ട്രസ്റ്റ് മീ, ഇത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും പുതിയ അപ്ഡേറ്റ്സും പിന്നെ ഇനി വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളും സ്റ്റഡി പ്ലാനൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.